ഇന്നത്തെ വീഡിയോയിൽ വിവോ v29 അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ്. അൺബോക്സിംഗിലേക്ക് പോവാം. നമുക്കിവിടെ ഫസ്റ്റ് തന്ന ഫോൺ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ജസ്റ്റ് അവിടെ മാറ്റി വെക്കുന്നുണ്ട്. ആസ് യൂഷ്വൽ ബുക്ക്ലെറ്റ്സ്, വാറണ്ടി കാർഡ്, പിന്നെ ഒരു TPU കേസ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ 80 വാട്ടിൻ്റെ ഒരു പവർ ബ്രിക്ക് അവൈലബിൾ ആണ്. Type A to Type C USB കേബിൾ ഉണ്ട്. പിന്നെ ഒരു സിം എജക്ടർ ടൂളും കൂടെ കാണാൻ വേണ്ടി പറ്റും. ഇതൊക്കെ ജസ്റ്റ് അവിടെ മാറ്റിയേക്കാം. നമുക്ക് മെയിൻ പാർട്ടായിട്ടുള്ള ഫോണിലേക്ക് പോവാം. വാവ്, ഒരു രക്ഷയില്ല. നല്ലൊരു കിടിലം സ്റ്റൈലിലാണ് ഈ ഒരു ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ലൊരു എലഗന്റ് ഡിസൈനിലാണ് നമുക്ക് ഈ ഒരു ഫോണിന്റെ ഡിസൈൻ കാണാൻ വേണ്ടി പറ്റുന്നത്. ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 120 ഹെർട്സിന്റെ 1.5K AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ വരുന്നത്. കർവ്ഡ് ഡിസൈനിലാണ് ഈ ഒരു ഡിസ്പ്ലേ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഹാൻഡി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. 6.78 ഇഞ്ചിന്റെ ലാർജ് 3D കർവ്ഡ് സ്ക്രീനാണ് ഇതിൽ വരുന്നത്. ഇതിൽ നാരോ ബെസൽസ് ആയതുകൊണ്ട് നമുക്കിപ്പോൾ ലാർജ് വ്യൂവിംഗ് ഏരിയ തന്നെ ഉണ്ട്. സ്ക്രീനിന്റെ പിക്സൽ ഡെൻസിറ്റി നോക്കുകയാണെങ്കിൽ 452 ppi ആണ്. അതുമാത്രമല്ല HDR 10+ സർട്ടിഫിക്കേഷൻ ഉണ്ട്. നല്ലൊരു വ്യൂവിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആകുന്നത്. ക്യാമറയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇതിൽ 50 മെഗാ പിക്സലിന്റെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസറോട് കൂടിയിട്ടുള്ള ഒരു ക്യാമറയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 50 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ക്യാമറയും ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറ, പിന്നെ ഒരു 2 മെഗാ പിക്സലിന്റെ മോണോക്രോം ക്യാമറയും ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. 50 മെഗാ പിക്സലിന്റെ ഓട്ടോ ഫോക്കസോട് കൂടിയിട്ടുള്ള ഗ്രൂപ്പ് സെൽഫി നമുക്ക് ഈ ഒരു ഫോണിൽ എടുക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫോണിനെ പോർട്രേറ്റ് മാസ്റ്റർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നല്ലൊരു ക്യാമറ ഉള്ള ഫോൺ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ് വിവോ v29. ഇനി പ്രോസസറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കിതിൽ 2.4 GHz സ്നാപ്ഡ്രാഗൺ 778G എന്ന് പറഞ്ഞിട്ടുള്ള ഒക്ടാകോർ പ്രോസസറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 5G സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഒരു പ്രോസസറാണ്. നല്ലൊരു മിഡ് റേഞ്ച് പ്രോസസർ തന്നെയാണ് ഈ ഒരു പ്രോസസർ. സ്റ്റോറേജിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 256, 512GB എന്നുള്ള രണ്ട് മോഡലുകളാണ് ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. 12GB റാം ആണ് വരുന്നത്. 8GB എക്സ്പാൻഡബിൾ കൂടെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പം 20GB റാം ഒക്കെ ഉണ്ടായതുകൊണ്ട് നമ്മളിപ്പോൾ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഫോൺ ഹാങ് ആകാതെ ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ ഇതിന്റെ ചാർജിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ 80 വാട്ടിന്റെ ഫ്ലാഷ് ചാർജ് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. 4600 mAh ബാറ്ററിയാണ് നമുക്ക് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഹോൾ ഡേ നമുക്ക് ഈ ഒരു ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ FunTouch OS 13 ആണ് ഇതിൽ വരുന്നത്. Android 13 വേർഷന്റെ സപ്പോർട്ടാണ്. ഫോണിന്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 186 ഗ്രാം ആണ്. ഒരു ലൈറ്റ് വെയിറ്റ് ഫോൺ തന്നെയാണ് ഈ ഒരു ഫോൺ. നമുക്കിപ്പോൾ കളർ നോക്കുകയാണെങ്കിൽ നോബിൾ ബ്ലാക്ക്, വെൽവെറ്റ് റെഡ്, പിന്നെ ഒരു ബ്ലൂ കളറിലും കൂടെ ഈ ഒരു ഫോൺ അവൈലബിൾ ആണ്. ഈ ഒരു ഫോൺ ബ്ലൂ കളർ ഓൺലി noon.com മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഓഫ്ലൈൻ സ്റ്റോറിലൊക്കെ നോബിൾ ബ്ലാക്ക്, വെൽവെറ്റ് റെഡ് കളറിലാണ് അവൈലബിൾ ആകുക. നമുക്കിവിടെ ഒരു ഓറ ലൈറ്റ് സെറ്റപ്പും കൂടെ ഉണ്ട്. ഈ ഒരു ഫോണിന്റെ മെയിൻ ഈ ഒരു ഓറ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. ഓറ ലൈറ്റ് 2.0 ആണ്. നമുക്ക് ഈ ഒരു റിംഗ് ലൈറ്റിന്റെ കളർ ടെമ്പറേച്ചറും കൂടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. കളർ ടെമ്പറേച്ചർ ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇപ്പം വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നല്ല കിടിലം ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഗെയിമിംഗ് മോഡും ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. നമുക്കിപ്പം ബാറ്ററി സേവർ മോഡ്, ബാലൻസ് മോഡ്, ബൂസ്റ്റ് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള 3 മോഡുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. എന്റെ കയ്യിലിരിക്കുന്ന കളർ വെൽവെറ്റ് റെഡ് ആണ്. ഈ ഒരു വെൽവെറ്റ് റെഡിന്റെ ബാക്ക് പാനൽ കളർ ചേഞ്ചിങ് പാനലാണ്. ചേഞ്ചിങ് ഫ്ലൂറൈറ്റ് AG ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് കളറിൽ കളർ ചേഞ്ചിങ് ഓപ്ഷൻ അവൈലബിൾ അല്ല. ഈ ഒരു വെൽവെറ്റ് റെഡിലാണ് നമുക്കിപ്പോൾ UV റേസ് വരുന്ന സമയത്ത് കളർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. UAE പ്രൈസിംഗ് വരുന്നത് 256GB 1599 ഉം 512GB റോം വരുന്നത് 1799 ദിർഹംസും ആണ്. നിങ്ങളിപ്പോൾ ഒരു മിഡ് റേഞ്ച് ഫോൺ വാങ്ങാനുള്ള ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ, അതായത് ഒരു നല്ല ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു ഹോൾ ഡേ ബാറ്ററി ബാക്കപ്പോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നല്ലൊരു ക്യാമറ സിസ്റ്റത്തോട് കൂടിയിട്ടുള്ള ഒരു ഫോൺ വാങ്ങാനുള്ള ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തന്നെയാലും കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ് വിവോ v29. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി നിർത്തുന്നു. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ.